എൻ്റെ ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് ഏതോ ഒരു വീട്ടിൽ രമണൻ്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടെന്ന് കേട്ടിട്ട് എൻ്റെ ജ്യേഷ്ഠത്തിയമ്മ കഴിഞ്ഞ വർഷം അവർ മരിച്ചത്. അവിടെ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നു. ഞാനവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഇടത്തിയമ്മ പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ സ്ത്രീ വളരെ നോക്കിയിട്ട് പറഞ്ഞു, ശരി ഞാൻ തരാം, മറ്റന്നത് തിരിച്ചു തരണം. അത് പറയാം. ഞാനിത് കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠത്തിയമ്മ, എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ, ഇവരെല്ലാം കൂടി ഇരുന്ന് ഇത് കോപ്പി ചെയ്യാം. അപ്പം അന്ന് സാഹിത്യത്തെപ്പറ്റി അത്രയൊന്നും ധാരണയൊന്നും ഇല്ലെങ്കിലും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു ആന്തര വിളക്ക് വെച്ചിട്ട് 2-3 പേര് ഇരുന്നിട്ട് ഇത് രാത്രിയൊക്കെ ഇരുന്ന് ഒരു പുസ്തകം പകർത്തിയുണ്ടാക്കുന്നു. പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നുമല്ല, ഇതെന്തൊരു അത്ഭുതം എന്നെനിക്ക് തോന്നിപ്പോയിരുന്നു. അപ്പം അങ്ങനെ പുസ്തകങ്ങളോട്, എഴുത്തിനോട്, അത് എഴുതുന്ന ആളുകളോട് ഒക്കെയുള്ള ഒരു ആരാധന മനസ്സിലുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കവിത എഴുതിയത് ആദ്യം. ഒരുമാതിരി എല്ലാവരും അതായിരിക്കുന്ന എൻ്റെ തോന്നൽ. അപ്പോൾ കാരണം നമ്മുടെയൊക്കെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്, കവിത വായിക്കുക, രസിക്കുക, പഠിക്കുക. അപ്പോൾ ഞാനും കുറച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് എല്ലാവരും എഴുതുന്ന രീതികൾ കുറേ വായിച്ചപ്പോൾ ഇതൊന്നും ഒന്നല്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വേറെ ഓരോന്ന് എഴുതാൻ തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാവുന്നൊരു വിനോദമായിരുന്നു ഈ രചന. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കും, വൈകുന്നേരം വന്ന് ചിലപ്പോൾ കുറിച്ചിടും, പിന്നെ അത് നോക്കുമ്പോൾ ശരിയായിട്ടില്ല തോന്നും. അതെൻ്റെ ഒരു ഗെയിമായിരുന്നു, ഒരു വിനോദമാണ്. അതിൽ ചിലത് ശരിയായി വരുന്നു.